അപ്പോൾ ഗ്രൗണ്ടുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുണ്ടാവുകയും ഈ സോഷ്യൽ മീഡിയ വലിയ തോതിൽ ആശ്രയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ കോൺഫ്ലിക്റ്റ് ആണോ സത്യത്തിൽ ഇപ്പോൾ ഈ CPM നേതാക്കളുടെ വായിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നതിൻ്റെ ഒരു കാരണം? എനിക്ക് തോന്നുന്നതിൽ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് പ്രശ്നം. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ തിരിച്ചു വേണം. നിങ്ങൾക്ക് മീഡിയ എന്നുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഒരു പാർട്ടിക്ക്, നമ്മളെപ്പോലുള്ള വ്യക്തികൾക്ക് പ്രശ്നമില്ലെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. നിങ്ങൾ ഇവിടുത്തെ കേരളം ഭയങ്കര മീഡിയ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം നമ്മൾ ആദ്യം വിചാരിച്ചെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ CPMൻ്റെ ഒരു ധൈര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ മുഴുവൻ CPMനെ ആക്രമിച്ചിട്ടും CPM ഭരണത്തിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത് കാരണം മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഇനി പരിഗണിക്കേണ്ട കാര്യമില്ല, അവരെ ഏതെങ്കിലും തരത്തിൽ ഇത് ചെയ്തോട്ടെ എന്ന്. പക്ഷേ നമുക്ക് സോഷ്യൽ മീഡിയ പോലുള്ള സംഭവമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്കൊരു ഡിപ്പെൻഡൻസി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ശരിയായ നടപടിയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും കേരളത്തിൽ മീഡിയ വഴി ആണ് പല കാര്യങ്ങളും പ്രചരിക്കപ്പെടുന്നത്. മീഡിയയാണ് ഇവിടെ ഒരു ഇമേജുകൾ ഉണ്ടാക്കി വരുന്നത്. ഇപ്പോൾ പിണറായി വിജയനെ കുറിച്ചിട്ടോ മറ്റ് നേതാക്കളെക്കുറിച്ചിട്ടോ അത് മറ്റ് പാർട്ടി സെക്രട്ടറിയെ കുറിച്ചിട്ടോ ആരെക്കുറിച്ചിട്ടാണെങ്കിലും ഒരു ഇമേജ് ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ ഒരു മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് ഒരു പങ്കുണ്ട്. ആ പങ്കിനെ നിങ്ങൾ പൂർണ്ണമായും നിരാകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ടുള്ള സംവിധാനം വളരെ ശക്തമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കാര്യങ്ങൾ ശക്തമായിരിക്കണം. ഒന്ന്, ഈ പറയുന്നതിൽ ജനങ്ങളുമായിട്ടുള്ളൊരു അടിസ്ഥാന ബന്ധം ശരിയാക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആളുകളായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തണം. ആ ഉറപ്പ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാ പാർട്ടികൾക്കും കുറഞ്ഞിട്ടുണ്ട്, CPMനും കുറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ കുറേ കാലം തുടർച്ചയായിട്ട് ഭരണത്തിലുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കും അത് കുറഞ്ഞു പോകും, സ്വാഭാവികമായിട്ടും കുറഞ്ഞു പോകും. കാരണം ആളുകൾ ഭരണത്തിലിരിക്കുന്ന ആൾക്കാരെ മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ ജനം ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം തന്നെ ആളുകൾ അവരുടെ പരാതിയോ നീരസമോ പ്രശ്നമോ പലപ്പോഴും അത് വെളിവിലാക്കുകയോ ചെയ്യില്ല. നിങ്ങളോട് വന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചിരിച്ചിട്ടോ ഒക്കെ തന്നെ മറുപടി പറയുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബദലായിട്ടുള്ളൊരു സംവിധാനം വളരെ ശക്തമായിരിക്കണം. അതിന് വേണ്ടുള്ളൊരു പ്രവർത്തനം നടത്തണം. അല്ലാതെ ഇതിൽ അതിന് സ്വതന്ത്രമായിട്ട് ആളുകളെ അനുവദിച്ചതിന് ശേഷം പിന്നെ തിരിച്ചു വന്നിട്ട് ഇങ്ങനൊരു പുതിയ കാര്യം അറിഞ്ഞതുപോലെ ഇതിലൊരു പരാതിപ്പെട്ടിട്ടോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടോ കാര്യം ഉണ്ടാവില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾക്കൊരു ടോട്ടലി ഒരു മീഡിയ സ്ട്രാറ്റജി വേണം. നിങ്ങൾക്ക് ഇനിയും മെയിൻ സ്ട്രീം മീഡിയ ആയിട്ട് കലഹിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകാനാണോ പദ്ധതി? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബദൽ സംവിധാനം ഉണ്ടാക്കുക? ഇത് രണ്ടുമല്ലാതെയും തന്നെ പൊതുജനങ്ങളുമായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ മീഡിയ വഴിയല്ലാതെ നിങ്ങൾക്ക് ഒരു ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും കൂടി ഈ മൂന്ന് തരത്തിലും ആലോചിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യം നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ പല സ്ഥലത്തും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലിപ്പോൾ നിങ്ങളൊരു പരിപൂർണ CPM അനുഭാവിയോ CPM മാത്രം എല്ലാ കാലത്തും ജയിക്കണമെന്ന് വിചാരിക്കുന്ന ആളോ പോലും ആകണ്ട. മറിച്ച് നിങ്ങൾക്കൊരു വിശാല ഇടതുപക്ഷ സ്വഭാവം ഉണ്ടെങ്കിലും രാജ്യത്തെ സെക്യുലറിസത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ തകർന്നു പോവുകയോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇവിടെ സ്ഥലത്തേക്ക് ഒരു റൈറ്റ് വിങ് ഹിന്ദുത്വം ഉയർന്നു വരുന്നതോ ആർക്കും സഹിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. റൈറ്റ്. ഒരു പരാജയം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങളെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം പരിശോധനകളാണോ നടക്കുന്നത്, അതോ ഉത്തരവാദിത്തങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ ചുമലിൽ ചാരിക്കൊണ്ട് മാറി നിൽക്കാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതിനുള്ള മറുപടി നമുക്ക് കിട്ടിയേക്കാം.